ഇങ്ങനെയുള്ള 2 ഡ്രമ്മുകളുണ്ടെങ്കിൽ ഇതിൻ്റെ മൂടി നമുക്ക് താഴെ വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഉറുമ്പുകൾ കയറാതെ നോക്കാം. അതിൻ്റെ മുകളിൽ സ്റ്റൂൾ വെച്ച് അതിൻ്റെ മുകളിലായിട്ട് ഈ ഡ്രം വെക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള ജീവികളുടെ ശല്യം ഒഴിവാക്കാൻ സാധിക്കും. അതിൻ്റെ മുകളിൽ ഇതേപോലുള്ള കാല് മെഷ് ഒരു വയർ ടേക കൊണ്ടൊന്ന് ഓട്ടിട്ടിട്ട് ഒരു പപ്പട കുത്തിയൊക്കെ ഉണ്ടെങ്കിലൊന്ന് ചൂടാക്കിയിട്ട് ഹോളാക്കിയിട്ട് അതിൽ വയർ ടേക കൊണ്ട് ഈ ഒരു കാല് മെഷ് ഇതേപോലെ വെക്കുക. അതിൻ്റെ ഉള്ളിൽ വശത്തായിട്ട് നമ്മൾ സ്ക്രബ്ബർ മേലൊക്കെ ഉരച്ച് കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറാണിത്. ഇത് വെച്ച് കൊടുത്താണ് ബ്ലാക്ക് സോൾജർ ഫ്ലൈസ് വന്ന് എഗ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സേഫായി അവിടെ ഇരുന്നോളും. മറ്റുള്ള പക്ഷികൾ കഴിക്കാതെ കാക്കകളൊക്കെ ഒന്നും വലിച്ചിടുന്ന രീതിയിൽ ഇതിങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ സേഫായിട്ട് ഇരുന്നോളും. ഇതിലേക്ക് നമ്മളെ ദിവസമുള്ള അടുക്കളയിൽ ബാക്കി വരുന്ന എല്ലാ അവശിഷ്ടങ്ങളും എന്തായാലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക് ഒന്ന് മാറ്റി വെക്കുക. ബാക്കി കോഴിമുട്ടത്തോടായാലും ഉള്ളിത്തോയിൽ ഭക്ഷ്യാവശിഷ്ടങ്ങൾ വേവിച്ചതായാലും വേവിക്കാത്തതും പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ എന്താണോ നമ്മുടെ ബാക്കി വരുന്ന ഭക്ഷ്യാവശിഷ്ടങ്ങൾ അതെല്ലാം കൂടിയിട്ട് ഇതിലിടാം. ഇന്നിട്ട വേസ്റ്റ് നാളെ പുതിയ വേസ്റ്റ് ഇടുന്നതിന് മുന്നേ കുറച്ച് ചരിച്ചോറ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതങ്ങനെ ദിവസവും നമ്മൾ പുതിയ വേസ്റ്റ് ഇടുന്നതിന് മുന്നേ പഴയ വേസ്റ്റിൽ ഒന്ന് ചരിച്ചോറ് മിക്സ് ചെയ്തിട്ട് പുതിയ വേസ്റ്റ് അതിലിട്ട് കൊടുക്കുക. പിന്നെ അടുത്ത ദിവസം അത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ 15 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഈ പുഴുക്കളെ വേർതിരിച്ചെടുക്കാം. അതിനും പണിയില്ല. നമുക്ക് ഈ ഒരു മെഷ് ഇതേപോലെ ഒന്ന് മറിച്ച് വെക്കാം. അതിൻ്റെ താഴത്തായിട്ട് വല്ല പെയിൻറ്റ് ബക്കറ്റോ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡ്രമ്മോളോ എന്താ സ്റ്റൂളിൻ്റെ മുകളിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ചിട്ട് ഇതിലുള്ള പുഴുക്കളെയും ഇതുണ്ടല്ലേ, ഇപ്പോൾ ധാരാളം പുഴുക്കളുണ്ടാവും ഇതിൽ. ഈ പുഴുക്കളടങ്ങിയിട്ടുള്ള വേസ്റ്റ് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. പഴത്തൊലി, മുട്ടത്തോട്, ഉള്ളിത്തൊലി, എല്ലാറ്റിൻ്റെ തൊലികളും, ഇറച്ചിയുടെ അവശിഷ്ടങ്ങൾ, അതേപോലെ മീനിൻ്റെ അവശിഷ്ടങ്ങൾ എന്താണോ ബാക്കി വരുന്നത് അതൊക്കെ നമുക്കിതിലിടാം. ഒരു കുഴപ്പമില്ല. ഇതിൽ പ്രവർത്തിക്കുന്നത് ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവകളാണ്. 15 to 20 ദിവസമുള്ളായിട്ട് ഇതേപോലെ നല്ല ഹൈ പ്രോട്ടീനുള്ള ഒരു സ്റ്റേജിലേക്ക് വരും. അപ്പോൾ അതിനെ നമുക്ക് ഇതേപോലെ കളക്ട് ചെയ്തിട്ട് ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ ഈ പുഴുക്കളൊക്കെ ഇതിൽ വീണതിന് ശേഷം ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ നമുക്ക് ഇതേപോലെ ഒന്ന് ഇതിലേക്ക് തന്നെ ചരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവശിഷ്ടങ്ങൾ ഇതിലേക്ക് തന്നെ വീണോളൂ. എന്നിട്ട് നമുക്കിതിൽ കുറച്ച് ചകിരിച്ചോറ് മിക്സ് ചെയ്ത് കൊടുക്കാം. പഴയ വേസ്റ്റിൽ കുറച്ച് ചകിരിച്ചോറൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ട ഇതേപോലെ നല്ല മിക്സ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് യാതൊരു ദുർഗന്ധമില്ല കേട്ടോ, ഒരു പ്രശ്നമില്ല. ഇത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇവിടെ നിൽക്കണോണ്ടോ മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, ഒരു ദുർഗന്ധമില്ല എന്നുള്ളതാണ്. മിക്സ് ചെയ്യുമ്പോൾ തന്നെ മുട്ടത്തോടൊക്കെ അതിൽ പൊട്ടി പൗഡറായി കിടക്കും. ഈ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. പരമാവധി ഓരോ സമയത്ത് നമ്മൾ വേസ്റ്റിനായിട്ട് മുന്നേ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ദിവസമുള്ള എല്ലാ വേസ്റ്റും ഇതിലേക്ക് കൊട്ടാം.